ഹേ ഗായ്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു നോമ്പ് തുറ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ എല്ലാത്തിൻ്റെയും റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ? ഞാനിതാ ആദ്യം തന്നെ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പഴം വേവിക്കാനുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ആവിച്ചമ്പാട്ടോ വെക്കുന്നത്. അപ്പോൾ അതാ പഴമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, അതായത് 2 പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ടൈമൊക്കെ കിച്ചണിലേക്ക് കയറുന്നില്ലേ, ഓർക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. അറിയാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളി കേട്ടോ. അപ്പോൾ അതാ ഞാനത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും തേങ്ങയെല്ലാം ഒന്ന് ചിരവി എടുക്കണം. 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ആവിയെല്ലാം വന്നിട്ട് പഴമൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കാണ്ട് ഇങ്ങനെ ആവിച്ചെമ്പിൽ വേവിക്കുകയാണെങ്കിൽ നല്ല പോലെ ആ ഒരു ഉന്നക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാനിതാ അവിടെ ഒരു പാൻ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് മതിയാവും കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. ഒരു 3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ടോ, അതായത് ഞാൻ കയ്യിൽ കാണിക്കുന്ന അത്ര മാത്രം ഉപ്പ് മതി. നല്ല പോലെ തിള വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ചിരവി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പലരും പല രീതിയിലായിരിക്കും ഉന്നക്കായ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്, അതുകൊണ്ടാട്ടോ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. ഇനി ഇതാ നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനതാ പറയുന്നത്, പലരും പല രീതിയിലായിരിക്കും ഉന്നക്കായ ഉണ്ടാക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ മിക്സായി ആ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ആക്കുക, ഇതങ്ങോട്ട് വെക്കാം. അപ്പോഴത്തേക്കും പഴമൊക്കെ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ തോലൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. ആവിയിൽ വേവിച്ചുകൊണ്ട് തന്നെ വെള്ളമൊന്നും അങ്ങോട്ട് അതിലേക്ക് ആയിട്ടില്ല കേട്ടോ. നമുക്ക് കാണാൻ പറ്റും. തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കൂലേ, ആ ഒരു അമ്മിക്കല്ല് വെച്ചിട്ടാണ് ഇതൊന്ന് നല്ല പോലെ ചതച്ചെടുക്കുന്നത്. ചിലവർ അതിൻ്റെ ഉള്ളത്തെ ആ ഒരു കറുപ്പ് സാധനമൊക്കെ മാറ്റും, പക്ഷേ ഞാൻ അതൊന്നും മാറ്റുന്നില്ല. നല്ല പോലെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പീസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് നെയ്യ് കയ്യിൽ തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഉമ്മയായിട്ട് അത് സെറ്റാക്കി തരുന്നത്. ഷേപ്പൊക്കെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾക്ക് ശരിയാവുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ ഉണ്ടാക്കുക. ശരിയായിക്കില്ലെങ്കിൽ എന്തായാലും വയറ്റിനുള്ളിലേക്കല്ല പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇങ്ങനെ കട്ടായി പോകാണ്ടിരുന്നാൽ മതി, ഇങ്ങനെ കീറൊന്നും വരാണ്ടിരുന്നാൽ മതി. ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. എന്തായാലും ഉള്ളിൽ ഫില്ലിങ്സ് തേങ്ങ ഉണ്ടായാൽ മതി, പുറത്ത് പഴം ഉണ്ടായാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ അതാ അറിയുന്ന പോലെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഷേപ്പാക്കുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങോട്ട് ശരിയാവുന്നില്ല. എന്തായാലും ഉമ്മ ചെറുതായിട്ടും ഞാൻ നല്ല വലുതായിട്ടാണ് ഉരുട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, അതിലേറ്റവും വലുത് ഞാനാക്കിയതാണ് കേട്ടോ. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കുക. ശരിയാവുന്നവർ ശരിയാവട്ടെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതാ കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് കട്ട്ലേറ്റ് കേട്ടോ. അതിൻ്റെ ഇതൊക്കെ കറണ്ടൊന്ന് പോയിട്ടോ. അപ്പോൾ ആ കട്ട്ലേറ്റിൻ്റെ ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിച്ചപ്പ് കറിവേപ്പില, അതുപോലെ 2 ടീസ്പൂണോളം ബീഫ് മസാല, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞളിൻ്റെ പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും ഉപ്പും പാകത്തിട്ടിട്ട് നല്ല പോലെ തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വിസിലടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കുക്കർ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ചേർത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ കുക്കറിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഇനി വെള്ളം വേണ്ടെങ്കിൽ ചേർക്കാണ്ട് നിൽക്കുക. ഇത് കുറച്ച് കൂടുതലായി പോയിട്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് കുക്കറൊക്കെ ഒന്ന് മൂടി വെക്കുക, അടുപ്പത്തേക്ക് വെക്കാം. ഇതൊരു 5-6 വിസിലടിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കണം. അതും ഞാൻ കുക്കറിൽ തന്നെ ഒരു 3 വിസിലിന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ല വെള്ളേനു, അതൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അടക്കിടന്നിട്ട് പൊരിയട്ടെ. അപ്പോഴത്തേക്കും ഇപ്പുറത്ത് ഞാൻ ചോപ്പറിൽ ഒരു 3 ഉള്ളിയും അതുപോലെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 3 ഉള്ളി കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ആ ബീഫൊക്കെ നല്ല പോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതൊന്ന് നല്ല പോലെ വെള്ളം വറ്റിയിട്ട് എണ്ണ നല്ല പോലെ തെളിഞ്ഞിട്ട് ഒന്ന് പൊരിഞ്ഞ് കിട്ടണം. ഇതാ ഈ ഒരു പാകമാവണം.
ഇതായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഞാനിതൊന്ന് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്നിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക തന്നെ ചെയ്യുന്നത്. ഒന്നങ്ങോട്ട് കറക്കി കൊടുത്താൽ കേട്ടോ, പക്ഷെ ഒന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കാം. ഞാൻ നേരെ മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ആക്കുന്നതെന്നുള്ളൂ. എന്നിട്ട് അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ച ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ റെഡി ആയിന്. അതൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നല്ല പോലെ ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തോലിയെല്ലാം കളഞ്ഞിട്ട് സെറ്റാക്കി അവിടെ വെക്കുക. ഇതേ സമയം തന്നെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പണി ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒരുമിച്ച് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും അത് ഉടച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉള്ളി ഏകദേശം വാടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വാടേണ്ട, അതായത് ഈ കാണുന്ന പോലെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ ബീഫ് മസാലയും ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പൊടികളൊന്നും ആവശ്യമില്ല, എന്താ വെച്ചാൽ അത്യാവശ്യം മസാല ആ ഒരു ബീഫിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൊടികളൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ആ ചതച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും. ഈ സമയം കറണ്ട് പോയിട്ട് അതായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാത്തത്, പിന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വെള്ളത്തിന് അംശമൊന്നും അതിൽ പാടില്ല. നല്ല പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നല്ല പോലെ ആ ഉള്ളിയും ബീഫും കൂടി മിക്സായി കിട്ടണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് നമ്മൾ ഉടച്ച് വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാൻ ചീനച്ചട്ടിയിൽ നിന്ന് മിക്സ് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ച്, പിന്നെ അതിലങ്ങോട്ട് സെറ്റ് ആവില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ട് സ്പൂണ് വെച്ചിട്ട് തന്നെ നല്ലപോലെ ആ ഒരു ചൂടിൽ തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. കൈകൊണ്ട് മിക്സാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായിരിക്കും നല്ലത്. രണ്ടും നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഷേപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇല്ലാത്തവരാണെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ ഇതൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയതിന് അതും ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മൈദയാണ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. മൈദയും കുരുമുളകും അതുപോലെ കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മുട്ട ചെയ്യുന്നതിന് പകരമാണ് ഇങ്ങനെ മൈദ ചെയ്യുന്നത്. ഇതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ കുറച്ച് വെള്ളം പോലെ വേണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റാക്കി വെച്ച ആ ഒരു കട്ട്ലേറ്റ് എടുത്തിട്ട് നമ്മൾ മൈദമാവിൽ മുക്കുന്നു, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുന്നു. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. മുട്ടയിൽ മുക്കുന്നതിൻ്റെ പകരം മൈദയിൽ മുക്കുന്നതെന്നുള്ളൂ. മുട്ടയാകുമ്പോൾ കുറേ വേണം, പക്ഷേ മൈദയാകുമ്പോൾ കുറച്ച് മാത്രം മതി. അതാണ് നമുക്ക് ലാഭം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ സെറ്റാക്കിയിട്ട് അതും അവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിതാ നമ്മളെ വയനാട്ടുകാരുടെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള കോഴിയട ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ ചീനച്ചട്ടിയിലേക്ക് വെക്കുന്ന, പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യുന്ന കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ നമ്മൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കത് അവിടെ സെറ്റ് ആവാൻ വെക്കാം. ഇനി ആദ്യമായിട്ട് ചെയ്യുന്നവരൊന്നും ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ടതാ ഞാനതവിടെ അടുപ്പത്ത് ആവാൻ വെച്ചിനെ. അപ്പോഴത്തേക്കും ഞാൻ ചോപ്പറിൽ കുറച്ച് ഉള്ളി മാത്രം എടുക്കുന്നുണ്ട്. നല്ല പോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതാ 3 ഉള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം ചിക്കൻ ഉണ്ടാവും, അതിലേക്ക് 3 ഉള്ളിയാണ് നല്ല പോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചിക്കന് നല്ല പോലെ വെള്ളമൊക്കെ വറ്റി വെന്തിയുണ്ട്. ഒന്ന് ഫ്രൈ ആവാനും കൂടി മാറ്റി വെക്കാം. എന്നിട്ട് നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് ചെയ്യാം, ചോപ്പറിലിട്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചിക്കൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചെടുത്താൽ മതി, മിക്സിയിൽ അടിക്കരുത്. അപ്പോൾ ഒരു നല്ല നല്ല അടിഞ്ഞു പോകും കേട്ടോ. ഇനി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കണം, നമ്മൾ ചിക്കനിലിട്ടാണല്ലോ, അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയതാണത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ ഞാനവിടെ ചോപ്പറിലേക്ക് വെച്ച ചിക്കൻ ഒന്ന് തണിഞ്ഞിനു. അതിനുശേഷം നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലൊന്നും ഇല്ലാത്ത ഇറച്ചി വേണം ഇട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ചോപ്പറിൻ്റെ ബ്ലേഡ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് വേണ്ട മസാല
മസാല ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ചിക്കൻ മസാലയും കുരുമുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് അത് മാത്രം മതി, അതും കുറച്ച് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ, 1/4 ടീസ്പൂൺ കുരുമുളകും മതിയാവും. എന്നിട്ട് മല്ലിച്ചപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ മിക്സിയിലടിക്കരുത്, ചോപ്പറിലോ അല്ലെങ്കിൽ കൈ വെച്ച് പിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ മസാല സെറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്. മൈദ ഉപ്പും മൈദയും പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലേക്ക് നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഒരു ബൗളിൻ്റെ മൂടി വെച്ചിട്ടാട്ടോ ഞാനിത് ഒന്ന് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നത്. ഇനി നിങ്ങളെ കയ്യിലിങ്ങനെ കോഴിയട ചുടുന്ന എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. ഞാനിതാ ഇവിടെ പിന്നെ കുപ്പീൻ്റെ മൂടി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് നിറച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 1-2 വട്ടം ചെയ്തതിന് ശേഷം പെട്ടെന്ന് ശരിയാവും. നമ്മൾ ചെയ്യാൻ പറ്റൂല എന്ന് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ ദാ ഞാൻ രണ്ടാമത്തെ ഒന്നുകൂടി കാണിച്ചു തരാം. ചെറുതായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നല്ലപോലെ അങ്ങനെ പ്രസ് ചെയ്ത് വന്നാൽ മതി കേട്ടോ. കാണിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലാണ് നല്ല തീ കത്തിച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഉന്നക്കായ ആദ്യം പൊരിച്ചെടുക്കാം. അത് മധുരമാണല്ലോ, അപ്പോൾ അത് ആദ്യം പൊരിച്ചെടുത്താൽ എരിവ് ഇതിലേക്ക് തട്ടൂല. അപ്പോൾ മധുരമുള്ളതൊക്കെ കടികളൊക്കെ ആദ്യം പൊരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നല്ല തീയുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മൾ അടുപ്പിൽ അതായത് ഗ്യാസ് ഉപയോഗിക്കുന്നതിന് നല്ല അടുപ്പ് ഉപയോഗിക്കുന്നതാണ്, സ്പീഡിൽ തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഉന്നക്കായൊക്കെ നല്ലപോലെ അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് സെറ്റാക്കി കൊടുക്കുക. നല്ലപോലെ തന്നെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കോരി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കോഴിയുടെയും അത് നല്ല ചൂട് വന്നാൽ നമുക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ അങ്ങ് പൊങ്ങി വരും. പിന്നെ ഒരു ഗോൾഡൻ കളറായാലും നമുക്ക് അതും കോരി മാറ്റാം. നമ്മളെ നാട്ടിൽ എല്ലാ വീട്ടിലും ഈ ഒരു കോഴിയുടെ എല്ലാ ദിവസവും ഉണ്ടാക്കാത്തവരൊക്കെ ചുരുക്കമായിരിക്കും കേട്ടോ. ചിലവർക്കൊക്കെ നിർബന്ധമാണ്, ദിവസവും കോഴിയുടെ വേണ്ടവരൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ കോഴിയുടെയും ഞാൻ നല്ലപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കോരി മാറ്റാം. ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനത്തെയൊക്കെ കോഴിയുടെയൊക്കെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കോരി മാറ്റാം. ഗ്യാസിൽ വെക്കുമ്പോഴാണെങ്കിൽ തീ നല്ല ചൂടിൽ വേണം ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നല്ല എണ്ണ കുടിക്കും. ഇത് നല്ല തീ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നല്ല പോലെ പൊന്തി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കോരി എടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കട്ട്ലേറ്റ് ആണ്. ഇത് നമ്മൾ ലാസ്റ്റാട്ടോ ചെയ്തെടുക്കുന്നത്. അതായത് കോഴിയുടെയും പിന്നെ ഉന്നക്കായും കോഴിയുടെയൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം കട്ട്ലേറ്റ് ഇടുക. അതുപോലെ തന്നെ ഒരു ഭാഗം നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളെ കട്ട്ലേറ്റും റെഡി. ഇതൊക്കെ എല്ലാവരും റെഡിയാക്കുന്നതായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ റെസിപ്പി വരെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു പോളയും കൂടി ഉണ്ടാക്കിയതിന് ഇതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. റെസിപ്പി വേണമെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മാംഗോ ജ്യൂസും അതുപോലെ തരിയൊക്കെ കാച്ചീനെ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എല്ലാത്തിൻ്റെയും റെസിപ്പി ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന ബഷീർ എൻ്റർടൈൻമെൻറ്റ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ മുബാറക്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.